അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ദശമസ്കന്ധം 55-ാം അധ്യായമല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്? അതെ. എത്ര വരെയായി നോക്കുമോ? 26. ഇനി 26 എടുക്കണം. 26 വരെ തോന്നുന്നു അല്ലേ? 26 വരെ തീർന്നു. ആ, ദശമസ്കന്ധം 55-ാം അധ്യായം 27-ാമത്തെ ശ്ലോകം എടുക്കുന്നു. ദശമസ്കന്ധം 55-ാം അധ്യായം ശ്ലോകം 27. തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും തം രക്ഷം സുസ്മിതം രുചിരാനനം സ്വലങ്കൃതമുഖാംഭോജം നീലചക്രാളകാളിഭിः കൃഷ്ണം മത്വാ സ്ത്രിയോ പ്രീത നിലില്യുസ്തത്രഹാം. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത് ശംബരാസുരനെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദേവലോകത്തും ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്ത് പ്രദ്യുമ്നന്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു. മായാവതി എന്ന പേര് സ്വീകരിച്ച രതിയായ പ്രദ്യുമ്ന ഭാര്യ പ്രദ്യുമ്നെയും കൊണ്ട് ആകാശത്തിൽ കൂടി അമ്പരചാരിണ്യ പുരം നീതോ വിഹായ ആകാശത്തിലൂടെ ദ്വാരകാപുരിയിലേക്ക് എത്തി പ്രവേശിച്ചു. അവിടെ അന്തഃപുരവരം രാജൻ ലലനാശതസങ്കുലം ദ്വാരകയിലെ അന്തഃപുരത്തിലെത്തി ധാരാളം സ്ത്രീകളോട് കൂടിയിരിക്കുന്ന അവിടേക്ക് പ്രവേശിച്ച് പത്നിയ ഗഗനാത് വിദ്യുദേവ വലാക, പത്നിയോടൊപ്പം പദ്മൻ പ്രവേശിച്ചപ്പോൾ വിദ്യുദേവ വലാഹക, നീലമേഘത്തോട് മിന്നൽ ചേർന്നതുപോലെ. നീലമേഘം പദ്മന്റെ വർണ്ണമാണ്, മിന്നൽ രതിയുടെ വർണ്ണമാണ്. നീലമേഘത്തോട് ചേർന്ന രതിയെ പോലെ ഇവർ ദ്വാരകാപുരിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. തം ദൃഷ്ട്വ, അവനെ കണ്ടിട്ട്, തം പ്രദ്യുമ്നം ദൃഷ്ട്വ, ആ പ്രദ്യുമ്നെ കണ്ടിട്ട്, ജലദശ്യാമം, ജലദം മേഘം, ശ്യാമം നീലവർണ്ണം, ജലദശ്യാമം നീലമേഘത്തെ പോലെ മനോഹരമായിരിക്കുന്ന പ്രദ്യുമ്നന്റെ ശരീരവടിവ്, ആകൃതി, പീത കൗശേയവാസം, മഞ്ഞപ്പട്ട കൊടുത്തിരിക്കുന്നേ, പീതം മഞ്ഞ, കൗശേയം പട്ട്, വാസസം വസ്ത്രം. പീതകൗശേയവാസം, മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്ന, ഉടുത്തിരിക്കുന്ന ജലദശ്യാമനായ ആ പ്രദ്യുമ്നെ കണ്ടപ്പോൾ, ശ്രീകൃഷ്ണപുത്രനാണ്, ശ്രീകൃഷ്ണന്റെ അതേ ദേഹവടിവാണ്, അതേപോലെ നീലക്കാർ വർണ്ണനാണ്, അതേപോലെ പീതാംബരധാരിയാണ്, പ്രഡംബബാഹും, നീണ്ട കൈകളുള്ളവനാണ്. പ്രഡംബബാഹും, നീണ്ട കൈകളുള്ളവനാണ്. താമ്രാക്ഷം, ചുവന്ന കണ്ണുള്ളവനാണ്. സുസ്മിതം, നന്നായി പുഞ്ചിരിക്കുന്നവനാണ്. രുചിര ആനനം, മനോഹരമായ മുഖത്തോടു കൂടിയവനുമായ തം പ്രദ്യുമ്നം ദൃഷ്ട്വ, ആ പ്രദ്യുമ്നെ കണ്ടിട്ട്. പ്രദ്യുമ്നന്റെ ഒരു സ്വരൂപത്തെ വർണ്ണിച്ചതാണ്. വാസ്തവത്തിൽ കൃഷ്ണവർണ്ണന തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ജലദശ്യാമനാണ്, അത് ശ്രീകൃഷ്ണവർണ്ണമാണ്. പീതകൗശേയവാസനാണ്, ശ്രീകൃഷ്ണന്റെ മഞ്ഞപ്പട്ട് വസ്ത്രമാണ്. പ്രലംബബാഹുവാണ്, ശ്രീകൃഷ്ണന്റെ കൈയുടെ നീളമാണ്. താമ്രാക്ഷനാണ്, ഇളം ചുവപ്പ് നിറന്ന കണ്ണോടുകൂടിയവനാണ്. സുസ്മിതനും
ചാരുവദനുമാണ്. ഇതെല്ലാം ശ്രീകൃഷ്ണന്റെ അതേ അടയാളങ്ങൾ തന്നെയാണ് പുത്രന്റെ. പിതാവ് തന്നെയാണ് പുത്രനായി ജനിക്കുന്നത്. പിതാവൈ പുത്രനാമാസി എന്നുള്ള ശ്രുതികൾ ഇവിടെ സാർത്ഥകമാകത്തക്ക മട്ടിലാണ്. ഫു അലങ്കൃത മുഖാംബോജം, നന്നായി അലങ്കരിച്ച മുഖമാകുന്ന താമര. കാരണം മുഖത്ത് എല്ലാ അലങ്കാരങ്ങളും ഉണ്ട്. ഗോപിക്കുറികളുണ്ട്, പുരികം മനോഹരമാക്കിയിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, കുണ്ടലങ്ങളുണ്ട്. ഇങ്ങനെ മുഖത്തെ സൗന്ദര്യം മുഴുവനും ഫു അലങ്കൃതം ഫലങ്കൃതം, അലങ്കരിച്ച മുഖത്തോടു കൂടിയവനാണ്. എന്തുകൊണ്ടാണ് അലങ്കരിച്ചത്? നീല വക്രാളകാളിഭി, നീല നിറത്തിലുള്ളതും വക്രവുമായ അളകത്തിന്റെ ആളികളാൽ. നീല നിറമുള്ള മുടി, നീല വക്രമായ മുടി, അളകം മുടി. നീല വക്ര അളക, നീല നിറത്തിൽ ചുരുണ്ട് കിടക്കുന്ന മുടി. ശ്രീകൃഷ്ണ മുടി അങ്ങനെ തന്നെയാണ്. ആ മുടിയിൽ വണ്ടുകൾ പാറിക്കളിക്കുന്നുണ്ട് പൂവിന്റെ സുഗന്ധം കൊണ്ട്. നീല വക്ര അളക അളിഭി, നീണ്ടും ചുരുണ്ടുമിരിക്കുന്ന ആ കുറുനിരകളിൽ ആകുന്ന വണ്ടുകളാൽ നന്നായി അലങ്കരിക്കപ്പെട്ടതാണ്. ചുരുണ്ട മുടികൾ ചുരുണ്ട് 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 മുഖത്തിന് ചുറ്റും ഇരിക്കുന്ന കണ്ടാൽ വണ്ടുകൾ പറ്റിയിരിക്കുകയാണോ എന്ന് തോന്നിക്കും. ഫലങ്കൃത മുഖാംഭോജം നീലവക്ര അളക ആളിഭി കൃഷ്ണം മത്വ. കണ്ടപ്പോഴെല്ലാവരും വിചാരിച്ചു ഇത് കൃഷ്ണൻ തന്നെ. കൃഷ്ണം മത്വ, കൃഷ്ണനെ വിചാരിച്ചിട്ട് സ്ത്രീകൾ ഹ്രീതാഹ, ലജ്ജിതകളായി, ഹ്രീ ഉള്ളവരായി, ഹ്രീതാ. നിലില്യുഹു, നിശേഷമായും ലയിച്ചു. തത്ര തത്ര ഹ, അവിടെ എന്നർത്ഥം. തത്ര ഹ, നിശേഷമായും ലയിച്ചു എന്നർത്ഥം. ഇത് ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് വിചാരിച്ച് കണ്ണിമയ്ക്കാതെ കുറേ സമയം പ്രദ്യുമ്നന്റെ സൗന്ദര്യാതിരേഖത്തേക്ക് ലയിച്ചു ചേർന്നു ആ സ്ത്രീകളൊക്കെ. അതിനാണ് ഇത്രയും മനോഹരമായി പ്രദ്യുമ്ന സ്വരൂപത്തെ വർണ്ണിച്ചത്. ഫു അലങ്കൃത മുഖാംഭോജം നീലവക്ര അളകാളിഭി കൃഷ്ണം മത്വാ സ്ത്രീയോ. കൃഷ്ണനാണ് എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകൾ ലജ്ജിതകളായിട്ട് തത്ര നിലില്യുഹു ഹ, അവിടെ കൃഷ്ണന്റെ ഓരോരോ അവയവങ്ങളിൽ അവരെ ലയിച്ച് ഇരുന്നു പോയി പോലും. തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാഫം പ്രലംബബാഹും തം രക്ഷം സുസ്മിതം രുചിരാനനം ഫലങ്കൃത മുഖാംഭോജം നീലവക്രാളകാളിഭീം കൃഷ്ണം മത്വാ സ്ത്രിയോ ഹ്രീത നിലില്യുസ്തത്രഹാം തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാഫം പ്രലംബബാഹും തം രക്ഷം സുസ്മിതം രുചിരാനനം ഫലങ്കൃത മുഖാംഭോജം നീലവക്രാളകാളിഭി കൃഷ്ണം മത്വാ സ്ത്രിയോ ഹ്രീത നിലില്യുസ്തത്രഹാം. അവധാര്യ ശനേരീഷത് വൈലക്ഷണ്യേന യോഷിത ഉപജഗ്മ പ്രമുദിതാഹ സ്ത്രീരത്നം സുവിസ്മിതാഹം. അവധാര്യ, അറിഞ്ഞിട്ട്, അവധാരണം ചെയ്തിട്ട്, നിർദ്ധാരണം ചെയ്തിട്ട്, അറിഞ്ഞിട്ട്, ശനൈഹി, പതുക്കെ, ഈഷത് വൈലക്ഷണ്യേന, ഈഷത് അല്പം, വൈലക്ഷണ്യം വ്യത്യസ്തത, യോഷിത സ്ത്രീകൾ, കണ്ണിമയ്ക്കാതെ പദ്മിന സ്വരൂപത്തിൽ കൃഷ്ണനാണ് എന്ന സങ്കല്പത്തിൽ നോക്കി അടി മുതൽ മുടി വരെ ഇങ്ങനെ കണ്ണിമയ്ക്കാതെ നോക്കി നോക്കി വന്നപ്പോൾ ചില വൈലക്ഷണ്യം കണ്ടു. കൃഷ്ണനേക്കാൾ ചില വ്യത്യാസം ചിലയിടത്ത് കാണുന്നുണ്ട്.
അപ്പോൾ സ്ത്രീകൾ യോഷിത അവധാര്യ, അവര് നിശ്ചയിച്ചു ഇത് കൃഷ്ണനല്ല എന്ന്. കൃഷ്ണനെ പോലിരിക്കുന്നു, പക്ഷെ ആരല്ല, കൃഷ്ണനല്ല. ചില അടയാളങ്ങളെ കൊണ്ട്, വൈലക്ഷണ്യം, ഒരേപോലെ അല്ലാത്ത ചില അടയാളങ്ങളെ കൊണ്ട് ശനൈഹി, പെതുക്കെയാണ്, പെട്ടെന്ന് പറ്റില്ല, ശനൈഹി അവധാര്യ, പെതുക്കെ അവധാരണം ചെയ്തിട്ട് ഉപജഗ്മുഹു, അടുക്കിലേക്ക് ചെന്നു, ഉപജഗ്മുഹു, അടുത്തു ചെന്നു, പ്രമുദിതാഹ, സന്തുഷ്ടരായിട്ട്. സസ്ത്രീരത്നം, ശ്രീരത്നത്തോടു കൂടിയവനെ, സ്ത്രീ എന്ന, രതി എന്ന, സ്ത്രീ എന്ന രത്നത്തോടു കൂടിയവനായ അവന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പ്രമുദിതാഹ സുവിസ്മിതാഹ, സന്തോഷവതികളുമായി, അത്ഭുതവതികളുമായി, വിസ്മിതകളുമായി. കാരണം ഇത്രയൊരു സൗന്ദര്യം അവർ കണ്ടിട്ടില്ല ഇതുവരെ. പ്രദ്യുമ്നന്റെ പത്നിയായിട്ട് വരുന്ന രതി ലോകൈക സുന്ദരിയാണ്. സുന്ദരിമാർക്ക് മറ്റുള്ള സുന്ദരിമാരെ കാണുമ്പോൾ അത്ഭുതമാണ്, ഓ ഇതുപോലൊക്കെ സൗന്ദര്യം ഉണ്ടോ. പക്ഷെ അവർ സന്തോഷിക്കുകയും ചെയ്തു, അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. അവധാര്യശനൈസ്തത്രാം, അവധാര്യശനൈരീഷത് വൈലക്ഷണ്യേന യോഷിത ഉപജഗ്മ പ്രമുദിതാഹ സ്വസ്ത്രീരത്നം സുവിസ്മിതാഃ. അവധാര്യശനൈരീഷത് വൈലക്ഷണ്യേന യോഷിത ഉപജഗ്മ പ്രമുദിതാഹ സ്വസ്ത്രീരത്നം സുവിസ്മിതാഃ. അഥ തത്ര അഫിതാപാംഗി വൈദഗ്ധ്യേ വൽഗുഭാഷിണീ അസ്മരൽ സ്വസുതം നഷ്ടം സ്നേഹസ്മൃതപയോധരാം. അഥ അനന്തരം തത്ര അവിടെ അഫിതാപാംഗി, അഫിതമായ അപാംഗത്തോട് കൂടിയവൾ, അഫിതാപാംഗി, അഫിതം എന്ന് പറയുമ്പോൾ വെളുപ്പ അല്ലാത്ത, കറുത്ത, അപാംഗം കടക്കൺ, അഫിതാപാംഗി കറുത്ത കടക്കണ്ണോട് കൂടിയവളായ, കണ്ണിന് ഏറ്റവും മനോഹരമായ നിറമാണ് കറുപ്പ്. അത് അഫിതമായ, അതുകൊണ്ട് മനോഹരമായ കണ്ണോട് കൂടിയവളായ അഫിതാപാംഗി വൈദഗ്ധ്യ രുക്മിണി വൽഗുഭാഷിണി, മനോഹരമായി സംസാരിക്കുന്നവളാണ്. വൽഗു സുന്ദരം, സുന്ദരമായി സംഭാഷണം ചെയ്യുന്നവളായ രുക്മിണി, വൽഗുഭാഷിണി വൈദർഭി. വൈദർഭിക്ക് 3 വിശേഷണമാണ്. ഒന്ന് അഫിതാപാംഗി, പിന്നൊന്ന് വൽഗുഭാഷിണിയായ വിദർഭരാജപുത്രി. അസ്മരത്, സ്മരിച്ചു, സ്മരതിയുടെ ഭൂതകാലമാണ്. അസ്മരത്, സ്മരിച്ചു. സുസുതം, നഷ്ടം, നഷ്ടപ്പെട്ടു പോയ സ്വന്തം പുത്രനെ കുറിച്ച് ഓർമ്മിച്ചു. പെട്ടെന്ന് പ്രദ്യുമ്നെ കണ്ടപ്പോൾ, പ്രസവിച്ച് 10 ദിവസം പോലും ആകാത്തപ്പോഴാണ് കടലിലെറിഞ്ഞ് കളഞ്ഞത്. പിന്നെ കണ്ടിട്ടേ ഇല്ല. പെട്ടെന്ന് തൻ്റെ പുത്രന്റെ ഒരു ഓർമ്മ ഇങ്ങനെ മനസ്സിൽ കടന്നുകൂടി. സ്നേഹ സ്മൃതപയോധര, പുത്രനോടുള്ള സ്നേഹവാത്സല്യം കൊണ്ട് പയോധരങ്ങൾ, മുലകൾ സ്മൃതമായി ചുരന്നു. മുലകളിൽ നിന്നും അറിയാതെ വാത്സല്യം കൊണ്ട് പാല് ചുരന്നു വീണു. ആർക്ക്? രുക്മിണിക്ക്. അസ്മരൽ സ്വസുതം നഷ്ടം സ്നേഹസ്മൃതപയോധര. അത്ര സുന്ദരനായ പുത്രനെ കണ്ടപ്പോൾ, ആ കഷ്ടം, എൻ്റെ പുത്രൻ നഷ്ടപ്പെട്ടു പോയല്ലോ. എങ്കിലും ഇവനെ കണ്ടപ്പോൾ തൻ്റെ പുത്രനെ പോലെയുള്ള വാത്സല്യം കൊണ്ട് മുലകൾ ചുരുന്നുപോയി. അഥതത്രാഫിതാപാംഗേ വൈദഗ്ധ്യേ വൽഗുഭാഷിണി അസ്മരത് സ്വസുതം നഷ്ടം സ്നേഹസ്മൃതപയോധരാം. അഥതത്രാഫിതാപാംഗേ വൈദഗ്ധ്യേ വൽഗുഭാഷിണി അസ്മരത് സ്വസുതം നഷ്ടം സ്നേഹസ്മൃതപയോധരാം.
ത്വന്വയം നരവൈദൂര്യകസ്യവാകമലക്ഷണ ധൃതക്കയാവാ ജഠരേ കേയം ലബ്ധാത്വനേന വാം. കോ നു അയം, നു അയം ന്വയം, കോ നു അയം നരവൈദൂര്യ. അയം കോന്നു, ഇവനാരാണ്? നരവൈദൂര്യ, പുരുഷരത്നം. വൈഡൂര്യം രത്നമാണ്. നരവൈഡൂര്യം പുരുഷരത്നം. ഈ പുരുഷരത്നം ആരാണ്? കോ നന്വയം നരവൈദൂര്യ കസ്യവ, ആരുടേതാണ്? കമലക്ഷണ, താമരപ്പൂ പോലെയുള്ള കണ്ണോടുകൂടിയവനായ ഈ പുത്രൻ ആരുടെ പുത്രനാണോ? കസ്യവ, കോനു അയം, ഇവൻ ആരാണ്? ആരുടെ പുത്രനാണ്? ആരാന്ന് ചോദിക്കും. കാരണം വൈഡൂര്യം പോലെ തിളങ്ങുന്നു. ആരുടേതാണെന്ന് ചോദിക്കാൻ കാരണം താമരക്കണ്ണ് മനോഹരമായി കാണാൻ പറ്റും. സ്ഥിതകയാവാ ജഠരേ, കയ ആരാലാണ്? സംസ്കൃതം വിളിച്ചൊക്കെ അറിയാം. കിം ശബ്ദത്തിന്റെ സ്ത്രീലിംഗമാണ് കയാ, കാഭ്യം, കാഭി. കയാവാ ആരാലാണ്? ജഠരേ ധൃത, വയറ്റിന്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്നത്. ഇവരെ ഗർഭം ധരിച്ചവൾ ആരാണാവോ? എന്ത് ഭാഗ്യവതിയായിരിക്കാം അവൾ. ഇവനെ ഇത്ര സുന്ദരനായ ഒരാളെ ഗർഭിച്ചു നിൽക്കാൻ തക്ക ഭാഗ്യമുള്ള സ്ത്രീ അവൾ ആരാണാവോ? ധൃത, ധരിക്കപ്പെട്ടവൾ, ഗർഭത്തിൽ ധരിക്കപ്പെട്ടവൾ. കയ ആരാൽ? വാ ആകട്ടെ ജഠരേ, ജഠരത്തിൽ ധരിക്കപ്പെട്ടവൾ ആരാണാവോ? കാ ഇയം ലബ്ധ തു അനീനവ. കായം, ഈ അടുത്ത് നിൽക്കുന്ന സ്ത്രീ ആരാണ്? ലബ്ധ, അവന്റെ കൂടെ മിന്നിത്തിളങ്ങുന്ന ഒരു സ്ത്രീയുണ്ട്. തു അനീന വാ, ഇവന് ലഭിക്കപ്പെട്ട ഈ സ്ത്രീ ഇവനാരായിരിക്കാം? ഇവനാരാണെന്നറിയില്ല. എന്തായാലും പുരുഷരത്നമാണ്, അതുപോലെ തിളങ്ങുന്നവനാണ്. ആരുടെ പുത്രനാണെന്നും അറിയില്ല. ആരുടെ ആയാലും ആ സ്ത്രീ ഭാഗ്യവതിയാണ്. അവന്റെ കൂടെ നിൽക്കുന്ന ഒരു സുന്ദരിയുണ്ട്. ഈ സ്ത്രീയും ഏതായിരിക്കുമോ അറിയില്ല. എന്നിങ്ങനെ ഈ ദമ്പതിമാരെ കണ്ടപ്പോൾ രുക്മിണി ഇപ്രകാരം മനസ്സിൽ ധരിച്ചു. പൊന്വയം നരവൈദൂര്യ പശ്യവാകമലേക്ഷണ ധൃതക്കയാവാജഠരേ കേയം ലബ്ധത്വനേന വാം. പൊന്വയം നരവൈദൂര്യ പശ്യവാകമലേക്ഷണ ധൃതക്കയാവാജഠരേ കേയം ലബ്ധത്വനേന വാം. പൊന്വയം നരവൈദൂര്യ പശ്യവാകമലേക്ഷണ ധൃതക്കയാവാ ജഠരേ കേയം ലബ്ധാത്വനേന വാം. മമ ചാപ്യ ആത്മജോ നഷ്ടോ നീതോ യസ്ഫൂതികാഗൃഹാത് ഏതത്തുല്യവയോരൂപോ ഇതി ജീവതി കുത്രചിത്. മമ ച അപി ആത്മജോ നഷ്ടോ, എനിക്കും എൻ്റെ പുത്രന് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. മമ ച അപി, എനിക്കും ആത്മജോ നഷ്ടോ, ആത്മജൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നീതോ യഹ് ഫൂതികാഗൃഹാത്, ഫൂതികാഗൃഹത്തിൽ നിന്നും, ഗർഭശാലയിൽ നിന്നും, അല്ലെങ്കിൽ പ്രസവ മുറിയിൽ നിന്നും, യഹ യാതൊരുവനാണോ നീതഹ ഇവനെ കൊണ്ടുപോയത്, പ്രസവിച്ചു കിടക്കുന്ന ആ മുറിയിൽ കയറി വന്ന് ഇവനെ കൊണ്ടുപോയത് ആരാണാവോ?
അങ്ങനെ എൻ്റെ പുത്രൻ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ ആദ്യത്തെ പുത്രൻ നഷ്ടപ്പെട്ടവളാണ് ഞാൻ. ഏതത് തുല്യ വയോരൂപോ, ഇവനെ പോലെ തുല്യമായ വയസ്സ്, രൂപം, സൗന്ദര്യം യതിജീവതി കുത്രജിത്. അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കാം. എൻ്റെ പുത്രൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അറിയില്ല, ഇത്രയൊക്കെ വളർന്നു കാണണം, ഇതേ ആകൃതിയും രൂപവും സൗന്ദര്യമായിരിക്കും അവനുണ്ടായിരിക്കുക എന്ന് രുക്മിണി മനസ്സിൽ ഇവനെ കണ്ടപ്പോൾ സങ്കല്പിക്കുകയാണ്. സ്വന്തം മകനാണ്, പക്ഷെ തിരിച്ചറിയില്ലല്ലോ. രുക്മിണിയുടെ വിചാരങ്ങളാണിത്. ഇത്ര സുന്ദരനായ ഈ പുരുഷൻ ആരാണ്? ആരാണ് ഇവന്റെ അമ്മ? അവർ ഭാഗ്യവതിയാണ്. കൂടെ നിൽക്കുന്ന സ്ത്രീ ആരാണ്? എനിക്കിങ്ങനെ പുത്രൻ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. പ്രസവിച്ചു കിടന്നപ്പോൾ തന്നെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. അവനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവനെ പോലെ ആകൃതിയും രൂപവും സൗന്ദര്യവും ഗുണവും വയസ്സും ഒക്കെയുള്ളവനാണ് ഇവൻ. ഇവനെപ്പോലെ ആകുമായിരുന്നു അവൻ. മമചാപ്യാത്മജോ നഷ്ടോ നീതോയൂതികാഗൃഹാത് ഏതത്തുല്യവയോരൂപോ യതി ജീവതി കുത്രജിത്. മമചാപ്യാത്മജോ നഷ്ടോ നീതോയൂതികാഗൃഹാത് ഏതത്തുല്യവയോരൂപോ യതി ജീവതി കുത്രജിത്. മമചാപ്യാത്മജോ നഷ്ടോ നീതോയൂതികാഗൃഹാത് ഏതത്തുല്യവയോരൂപോ യതി ജീവതി കുത്രജിത്. കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർംഗധന്വന ആകൃത്യ അവയവൈർഗത്യ സ്വരഹാസ അവലോകനൈ. കഥം എങ്ങനെയാണ്, തു അനേന എങ്ങനെയാണ് ഇവനാൽ, സംപ്രാപ്തം പ്രാപിക്കപ്പെട്ടിരിക്കുന്നു, സാരൂപ്യം സമാനമായ രൂപം, ശാർംഗധന്വന ശ്രീകൃഷ്ണന്റെ. ശാർംഗധന്വാവ് ശ്രീകൃഷ്ണൻ. ശാർംഗം എന്ന ധനുഫോട് കൂടിയവൻ ആരോ? അവൻ വിഷ്ണുവാണ്. അത് ശ്രീകൃഷ്ണൻ അത് തന്നെ. ശാർംഗധന്വന സാരൂപ്യം സംപ്രാപ്തം. ശ്രീകൃഷ്ണന്റെ സമാന രൂപമാണ് ഇവനെ കണ്ടിട്ട്. ആകൃത്യ അവയവൈഹി ഗത്യ, ആകൃതി കൊണ്ട്, അവയവങ്ങൾ കൊണ്ട്, ഗതി കൊണ്ട്, നടപ്പ് കൊണ്ട്, സ്വര ഹാസ അവലോകനൈഹി, ശബ്ദം കൊണ്ട്, ചിരി കൊണ്ട്, നോട്ടം കൊണ്ട്, എന്തുകൊണ്ട് നോക്കിയാലും ഇവൻ ആ കൃഷ്ണന്റെ അതേ സ്വരൂപം തന്നെയാണ്. യശോദ പിന്നെയും തൻ്റെ പുത്രൻ തന്നെയാണോ എന്ന് ആശങ്കിക്കുകയാണ്. അനുകൂലമായ ചിന്തയാണ് യശോദയിലല്ല രുക്മിണിയെ കടന്നു വരിക. കാരണം സ്വന്തം പുത്രൻ ആവാനുള്ള സകല യോഗ്യതകൾ ഇവനുണ്ട്. എന്നോ നഷ്ടപ്പെട്ടു പോയതുമാണ്. മരിച്ചുപോയോ ജീവിച്ചിരിപ്പുണ്ടോ എന്നും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കും, അതിന് സംശയമൊന്നുമില്ല. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇവന് കൃഷ്ണന്റെ രൂപം ഉണ്ട്. മുഖവും കൈകാലുകളും അവയവവും ഒക്കെ കൃഷ്ണന്റെ തന്നെയാണ്. രുക്മിണിക്ക് നല്ല പരിചയമാണ്. സാരൂപ്യം ശാർംഗധന്വന സംപ്രാപ്തം. എങ്ങനെയാണ് സാരൂപ്യം ഉണ്ട്? ആകൃതി കൊണ്ട്, രൂപം കൊണ്ട്. പെട്ടെന്ന് നോക്കിയ കൃഷ്ണനാണേ തോന്നുള്ളൂ. വയസ്സും നോക്കിക്കഴിഞ്ഞാൽ നവയൗവനയുക്തമായ ഒരു വയസ്സാണ്. ഗതി, നടത്ത കൃഷ്ണൻ നടക്കുന്നത് തന്നെയാണ് നടക്കുന്നത്. സ്വരം കൃഷ്ണന്റെ അതേ ശബ്ദം തന്നെയാണ്. ഉച്ചാരണം ശബ്ദം കൊണ്ടാണ് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. കൃഷ്ണന്റെ അതേ ശബ്ദം, കൃഷ്ണന്റെ ഹാസം, പുഞ്ചിരി. കൃഷ്ണനെ പോലെ തന്നെ നോക്കുക, അവലോകനം. കടക്കണ്ണുകൊണ്ടൊരു വശത്തുകൂടെ ഇങ്ങനെ നോക്കുന്ന നോട്ടം. ഇതൊക്കെ കാണുമ്പോൾ ഇവൻ കൃഷ്ണൻ തന്നെയാണ്.
അതോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ പുത്രനായിരിക്കുമോ ഇവൻ? ഇപ്പം എങ്ങനെ ചോദിക്കാൻ പറ്റും? കഥം ത്വനേന സംപ്രാപ്തം ഫാരൂപ്യം ശർഗധന്വന ആഗത്യ അവയവൈർഗത്യ സ്വരഹാഫ അവലോകനൈ. കഥം ത്വനേന സംപ്രാപ്തം ഫാരൂപ്യം ശർഗധന്വന ആഗത്യ അവയവൈർഗത്യ സ്വരഹാഫ അവലോകനൈ. കഥം ത്വനേന സംപ്രാപ്തം ഫാരൂപ്യം ശർഗധന്വന ആകൃത്യ അവയവൈർഗത്യ സ്വരഹാഫാവലോകനൈ. കഥം ത്വനേന സംപ്രാപ്തം ഫാരൂപ്യം ശർഗധന്വന ആകൃത്യ അവയവൈർഗത്യ സ്വരഹാഫാവലോകനൈ. സയേവ വാ ഭവേന്നൂനം യോ മേ ഗർഭേ ധൃതോദ്ഭഗ അമുഷ്മിൻ പ്രീതിരധിക വാമഃ സ്ഫുരതി മേ ഭുജാം. സയേവ ഭവേത് നൂനം. അവൻ തന്നെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫയേവ വാ ഭവേത്, എൻ്റെ ഗർഭത്തിൽ കിടന്ന അതേ കുട്ടിയായിരിക്കാം. യോ മേ ഗർഭേ ധൃതോ അർഭക. ആരാണോ മേ ഗർഭേ ധൃതോ അർഭക, എൻ്റെ ഗർഭത്തിൽ ധരിക്കപ്പെട്ട ആ ശിശു, സവാ അവൻ തന്നെ ഭവേത് നൂനം, തീർച്ചയായിട്ടും അവൻ തന്നെ ആയിരിക്കണം. എൻ്റെ ഗർഭത്തിൽ കിടന്ന് വളർന്ന അതേ കുട്ടി തന്നെയായിരിക്കണം. എന്താ കാരണം? അമുഷ്മിൻ പ്രീതിരധികാം, ഇവനോട് എനിക്ക് വലിയ പ്രീതി തോന്നി. അമുഷ്മിൻ, ഇവനിൽ, അധികാ പ്രീതി, ഇവനിൽ എനിക്ക് അധികമായ പ്രീതി ഉണ്ടായിരിക്കുന്നു. വാമസ്ഫുരതി മേ ഭുജ, എൻ്റെ ഇടത് കൈ തുടിക്കുന്നു. സ്ത്രീകൾക്ക് ഇടത് കൈ തുടിക്കുന്നത് ശുഭസൂചകമാണ്, പുരുഷന്മാർക്ക് ദുഃഖസൂചകവുമാണ്. വാമസ്ഫുരതി മേ ഭുജ, മേ വാമഹ ഭുജ സ്ഫുരതി, എൻ്റെ വാമമായ കയ്യ് ഇതാ തുടിക്കുന്നു. അനുകൂലമായ ഒരു ശകുനം കണ്ടെത്തി രുക്മിണി. തീർച്ചയായിട്ടും ഇവൻ തന്നെ ആയിരിക്കണം, എൻ്റെ ഗർഭത്തിൽ കിടന്ന ആ ശിശു ഇവൻ തന്നെ ആയിരിക്കണം. എനിക്ക് ഇവനോട് എന്താന്നില്ലാത്തൊരു വാത്സല്യമോ ഒരു പ്രീതിയോ, എൻ്റെ മകൻ എന്നറിയാതൊരു വാത്സല്യം ഇവനോട് തോന്നിക്കുന്നു. അതിനെ അംഗീകരിക്കത്തക്ക പോലെ എൻ്റെ ഇടത് കൈ തുടിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇവൻ തന്നെ ആയിരിക്കാം. സയേവവാ ഭവേന്നൂനം യോ മേ ഗർഭേ ധൃതോർഭഗ അമുഷ്ണൻ പ്രീതിരധിക വാമഃ സ്ഫുരതി മേ ഭുജാം. സയേവ ഭവേന്നൂനം യോ മേ ഗർഭേ ധൃതോർഭഗ അമുഷ്ണൻ പ്രീതിരധിക വാമഃ സ്ഫുരതി മേ ഭുജാം. ഏവം മീമാംസമാനായാം വൈദർഭ്യം ദേവകീസുതാം ദേവക്യാനകദുന്ദുഭ്യാം ഉത്തമശ്ലോക ആഗമം. ഏവം മീമാംസമാനായാം വൈദർഭ്യാം. ഇങ്ങനെ വൈദർഭി മീമാംസ ചെയ്തപ്പോൾ, വിചാരണ ചെയ്തപ്പോൾ, ചിന്തിച്ചപ്പോൾ, മനനം ചെയ്തപ്പോൾ, മീമാംസ പൂജകമായ ഒരു ചിന്ത എന്നാണ് മീമാംസയുടെ അർത്ഥം എന്ന് നമ്മൾ ആ ശാസ്ത്രം പഠിച്ചപ്പോൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. പൂജകമായ ഒരു ചിന്തയാണ്. ഇങ്ങനെ വൈദർഭി പൂജകമായ ചിന്ത ചെയ്തുകൊണ്ടേയിരിക്കെ അനുകൂലമായ ഒരു ചിന്തയാണ് ഇത്. മീമാംസമാനായാം വൈദർഭ്യാം, ഇങ്ങനെ വൈദർഭി ചിന്തിച്ചു കൊണ്ടിരിക്കെ ദേവകീ സുതഃ ശ്രീകൃഷ്ണൻ ദേവകി ആനകദുന്ദുഭ്യാം ഉത്തമശ്ലോക ആഗം. ദേവകിയും ആനകദുന്ദുഭിയോടും ഒത്ത്. ദേവകി അറിയാം, ആനകദുന്ദുഭി വസുദേവരാണ്. ആനകദുന്ദുഭി എന്ന വസുദേവർക്ക് പേരുണ്ട്. ദേവകീസുതനായ ഉത്തമശ്ലോകൻ, ഏറ്റവും ഉത്തമമായി കീർത്തിക്കപ്പെടേണ്ടവൻ. ശ്ലോകം നമുക്കർത്ഥം കീർത്തിക്കപ്പെടുക. ഉത്തമനായി കീർത്തിക്കപ്പെടേണ്ടവനായ ശ്രീകൃഷ്ണ ഭഗവാൻ അച്ഛനമ്മമാരോടെ അവിടേക്ക് അപ്പോൾ വന്നു ചേർന്നു. കൃഷ്ണൻ മാത്രമല്ല, ദേവകിയുണ്ട്, വസുദേവരും. ദേവകി വസുദേവന്മാരോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ
തത്ര അവിടെ ആഗമത് വന്നു. ഏവം മീമാംസമാനായാം വൈദഭ്യം ദേവകീസുത ദേവക്യാനകദുന്ദുഭ്യാം ഉത്തമശ്ലോക ആഗമത്. ഏവം മീമാംസമാനായാം വൈദഭ്യം ദേവകീസുത ദേവക്യാനകദുന്ദുഭ്യാം ഉത്തമശ്ലോക ആഗമത്. വിജ്ഞാതാർത്ഥോപി ഭഗവാൻ തൂഷ്ണീമാസ ജനാർദ്ദന നാരദോ അകഥയത് സർവം ശംബരാഹരണാദികം. വിജ്ഞാത അർത്ഥോ അപി അറിയപ്പെട്ട അർത്ഥത്തോടു കൂടിയവനാണെങ്കിലും എല്ലാ അർത്ഥങ്ങളും കാര്യങ്ങളും അർത്ഥത്തിനുള്ള കാര്യം എന്നർത്ഥം എല്ലാ കാര്യങ്ങളും അറിഞ്ഞവനാണ് എങ്കിലും വിജ്ഞാതാർത്ഥോപി ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തൂഷ്ണീമാസ നിശബ്ദനായി നിന്നു. തൂഷ്ണീ നിശബ്ദൻ, ശബ്ദം ഉണ്ടാക്കാതെ. തൂഷ്ണീം ആഫ ഇരുന്നു, നിന്നു എന്നർത്ഥം. ജനാർദ്ദന ജനാർദ്ദനായ ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഈ മുമ്പിൽ നിൽക്കുന്ന പുത്രനാണെന്നറിയാം, പുത്രന്റെ കൂടെ നിൽക്കുന്ന രതിയാണെന്ന് അറിയാം, പുത്രൻ ശമ്പരനെ കൊന്നു വന്നിരിക്കാന്നറിയാം, മായാവതി രതിയായി വന്ന സകല കാര്യങ്ങളും അറിയാം. ഇതൊക്കെ അറിയാമെങ്കിൽ പോലും ഒന്നും അറിയാത്ത മട്ടിൽ നിശബ്ദനായി ഭഗവാൻ ഇരുന്നു. അപ്പോൾ നാരദോ അകഥയത് സർവം, നാരദൻ എല്ലാം പറഞ്ഞു, അകഥയത് പറഞ്ഞു. ശംബരാഹരണാധികം, ശംബരാഹരണം, ശംബരനാൽ ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുമ്നൻ അപഹരിച്ചു കൊണ്ടുപോയത് മുതലുള്ള ഇതുവരെയുള്ള കഥകൾ നാരദൻ ആ സഭയിൽ എല്ലാവരും കേക്ക് ഉറക്ക വിളിച്ചു. അപ്പൊ ഇനി ആർക്കും ആശങ്കയില്ല. ആരാണീ വന്ന് ചോദ്യമില്ല. എന്തിനീ ദ്വാരകാപുരിയിൽ വന്നു എന്നും ചോദ്യമില്ല. കൂടെ നിൽക്കുന്ന ആരാണെന്നും ചോദിക്കണ്ട. ഈ കഥ മുഴുവനും നാരദ മഹർഷി സ്ഥിരീകരിച്ചു. ഭഗവാൻ അറിയാം. എങ്കിൽ പോലും ദ്വാരകയിൽ നിൽക്കുന്ന സഭാവാസികളെ ബോധ്യപ്പെടുത്താനായിട്ട് നാരദൻ ഈ കഥ മുഴുവൻ പറഞ്ഞു. നാരദോ അകഥയത് സർവം ശംബരാഹരണാധികം, ശംബരനാൽ തൻ്റെ പുത്രനെ കൊണ്ടുപോയ മുതലുള്ള കഥയെല്ലാം അവിടെ നാരദൻ വിസ്തരിച്ചു പറഞ്ഞു. വിജ്ഞാതാർത്ഥോ വിഭഗവാൻ തൂഷ്ണീമാസ ജനാർദ്ദനാം നാരദോ അകഥയത് സർവം ശംബരാഹരണാധികം. വിജ്ഞാതാർത്ഥോപി ഭഗവാൻ തൂഷ്ണീമാസ ജനാർദ്ദനാം നാരദോ അകഥയത് സർവം ശംബരാഹരണാധികം. തച്ഛുത്വാ മഹദാശ്ചര്യം കൃഷ്ണന്തപുരയോഷിതാൻ അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതവിവാഗതം. അപ്പം രുക്മിണിയുടെ ചിന്ത സഫലായി. രുക്മിണിയുടെ പുത്രൻ തന്നെയാണെന്നാണ് നാരദൻ ഈ കഥ കൊണ്ട് പറഞ്ഞത്. ആ പുത്രനെ പ്രസവിച്ചു കിടക്കുന്ന ഈറ്റില്ലത്തിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയി ശംബരാസുരൻ. ആ ശംബരാസുരനെ പ്രദ്യുമ്നൻ നിഗ്രഹിച്ചു. ശംബരാസുരന്റെ പത്നിയായ മായാവതി അവളുടെ മായാപ്രയോഗങ്ങൾ പഠിച്ചിട്ടാണ് ഈ ശംബരനെ എതിർത്ത് നിഗ്രഹിച്ചത്. അവൾ രതിയുടെ അവതാരം തന്നെ ആയതുകൊണ്ട് അവൾ രതീദേവിയായി പരിണമിച്ചു. പ്രദ്യുമ്നൻ കാമദേവനുമായി ആയി പരിണമിച്ചു. ഇതാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ദമ്പതിമാർ. ഇത് കേട്ടതോടെ തത് ശ്രുത്വ മഹത് ആശ്ചര്യം, അത് വലിയ ആശ്ചര്യമാണ് ഈ കേട്ടത്. കൃഷ്ണ അന്തഃപുരയോഷിത, കൃഷ്ണന്റെ അന്തഃപുരത്തിലുള്ള യോഷിത്തുകൾ, സ്ത്രീകൾ. കൃഷ്ണാന്തപുരയോഷിത, കൃഷ്ണന്റെ ദ്വാരകയുടെ അന്തഃപുരത്തിലുള്ള സ്ത്രീകൾ അഭ്യനന്ദൻ, അഭിനന്ദിച്ചു.
ബഹൂൻ അബ്ദാൻ നഷ്ടം മൃതമിവാഗതം. ബഹൂൻ അബ്ദാൻ, വളരെ കാലമായിട്ട് നഷ്ടം, നഷ്ടപ്പെട്ടു പോയവനെ, എന്താണ്, മൃതം, മരിച്ചുപോയവനെ, ആഗതം ഇവ, തിരിച്ചു വന്നതുപോലെ എല്ലാവർക്കും തോന്നും. നഷ്ടപ്പെട്ടു പോയവനും മരിച്ചുപോയവനുമായ ഒരു പുത്രൻ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വന്തം ഗൃഹത്തിലെത്തി എല്ലാവരെയും കാണുമ്പോഴുള്ള ഒരു സന്തോഷം എന്താണ്? ബഹൂൻ അബ്ദാൻ നഷ്ടം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടതാണ്. മൃതം ഇവാഗതം, മരിച്ചവൻ തിരിച്ചെത്തി എന്ന് കേട്ടാൽ മഹദാശ്ചര്യം, എല്ലാവർക്കും അത്ഭുതമാണ്. മരിച്ചുപോയത് കരുതി ഒരാളെ 10-20 വർഷം കഴിയുമ്പോൾ തിരിച്ചു വന്നാൽ എല്ലാവർക്കും വലിയ അത്ഭുതമാണ്. അതേപോലെ അത്ഭുതമാണ് ഇപ്പോൾ പ്രദ്യുമ്ന വിഷയത്തിൽ ദ്വാരകാവാസികൾക്ക് ഉണ്ടായത്. ഭഗവാന് മാത്രം അത്ഭുതമില്ല, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. തച്ഛുത്വാമഹദാശ്ചര്യം കൃഷ്ണന്തപുരയോഷിത അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതമിവാഗതം. തച്ഛുത്വാമഹദാശ്ചര്യം കൃഷ്ണന്തപുരയോഷിത അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതമിവാഗതം. തച്ഛുത്വാമഹദാശ്ചര്യം കൃഷ്ണന്തപുരയോഷിത അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതമിവാഗതം. ദേവകീ വസുദേവശ്ച കൃഷ്ണരാമോ തഥാ സ്ത്രിയാ ദമ്പതി തൗ പരുഷ്യജ്യ രുക്മിണീ ച യയുർമുദം. ദേവകീ വസുദേവശ്ച, ദേവകീ വസുദേവന്മാരും കൃഷ്ണരാമവും രാമകൃഷ്ണന്മാരും തഥാ അപ്രകാരം സ്ത്രീയ, അവിടെയുള്ള സ്ത്രീകളും ദമ്പതി തൗ പരുഷ്യജ്യ, ആ രണ്ട് ദമ്പതിമാരെ ആലിംഗനം ചെയ്തിട്ട്. ആരാണ് ദമ്പതിമാർ? പ്രദ്യുമ്നൻ രതി. അവരെ ആലിംഗനം ചെയ്തിട്ട് രുക്മിണീച്ച, രുക്മിണിയും യയുർ മുദം, മുദം യയുഹു, മോദത്തെ പ്രാപിച്ചു. മോദത്തെ യയുഹു പ്രാപിച്ചു. ആ രണ്ട് ദമ്പതിമാരെ ആലിംഗനം ചെയ്തു. ദേവകീ വസുദേവന്മാർ ആലിംഗനം ചെയ്തു, രാമകൃഷ്ണന്മാർ ആലിംഗനം ചെയ്തു, അവിടെയുള്ള സ്ത്രീകളൊക്കെ വന്ന് ആലിംഗനം ചെയ്തു. രുക്മിണി ദേവിയും സ്വന്തം മകനെയും മരുമകളെയും സ്നേഹവാത്സല്യത്തോടെ ആലിംഗനം ചെയ്തിട്ട് സന്തോഷത്തെ പ്രാപിച്ചു. നഷ്ടപ്പെട്ടു പോയ, മരിച്ചുപോയ ഒരു പുത്രനെ അതീവ സുന്ദരിയായ സ്ത്രീയോടുകൂടി തൊട്ടുമുമ്പിൽ കണ്ടപ്പോൾ എന്തോ ഒരു ആഹ്ലാദമായിരുന്നു ആ വൈദർഭിക രുക്മിണിക്ക്. ദേവകീ വസുദേവശ്ച കൃഷ്ണരാമോ തഥാ സ്ത്രിയാം ദമ്പതി തൗ പരുഷ്യജ്യ രുക്മിണീ ച യയുർമുദം. ദേവകീ വസുദേവശ്ച കൃഷ്ണരാമോ തഥാ സ്ത്രിയാം ദമ്പതി തൗ പരുഷ്യജ്യ രുക്മിണീ ച യയുർമുദം. നഷ്ടം പ്രദ്യുമ്നമായാതം ആകർണ്യദ്വാരകൗകഫ അഹോ മൃത ഇവ ആയാതോ ബാലോദിഷ്ടേതിഹാബ്രുവൻ. നഷ്ടം പ്രദ്യുമ്നം ആയാതം ആകർണ്യ, നഷ്ടം പ്രദ്യുമ്നം ആയാതം ആകർണ്യ, നഷ്ടപ്പെട്ടു പോയ പ്രദ്യുമ്നൻ ആയാതം തിരിച്ചു വന്നു. ആകർണ്യ കേട്ടിട്ട്, നഷ്ടപ്പെട്ടു പോയ പ്രദ്യുമ്നൻ തിരിച്ചു വന്നു എന്ന് കേട്ടിട്ട് ദ്വാരകൗകസഹ, ദ്വാരകവാസികൾ, ദിവൗകസഹ സ്വർഗം ഓകമാക്കിയവർ, വീടാക്കിയവർ, വ്രജൗകസഹ വ്രജം വീടാക്കിയവർ. അതേപോലെ ഇവിടെ ദ്വാരക വീടാക്കിയവർ ദ്വാരകൗകസഹ. നഷ്ടം പ്രദ്യുമ്നം ആയാതം ആകർണ്യ ദ്വാരകൗകസഹ, നഷ്ടപ്പെട്ടു പോയ പ്രദ്യുമ്നൻ തിരിച്ചെത്തി എന്ന് കേട്ടിട്ട് ദ്വാരകാവാസികൾ അഹോ ആശ്ചര്യം, മൃത ഇവ ആയാതോ ബാലോ, മരിച്ചുപോയ ബാലൻ തിരിച്ചു വന്നല്ലോ.
മൃത ഇവ ആയാതോ ബാലോ ദിഷ്ടിയ ഇതി ഭാഗ്യം കൊണ്ട് എന്ന്. ദിഷ്ടേതി ദിഷ്ടിയ ഭാഗ്യം കൊണ്ട്, ഇതി ഹ അബ്രുവൻ എന്നിങ്ങനെ പറഞ്ഞു. അബ്രുവൻ പറഞ്ഞു. ഒത്തിരി പേരായതുകൊണ്ടാണ് ബഹുവചനം പറഞ്ഞത്. അവിടെ കൂടിയിരുന്ന ദ്വാരകാവാസികളൊക്കെ നഷ്ടപ്പെട്ടുപോയ പ്രദ്യുമ്നൻ തിരിച്ചു വന്നത് അറിഞ്ഞിട്ട് മരിച്ചുപോയവൻ തിരിച്ചെത്തിയതുപോലെ അഹോ മൃത ആയാതൈവ, അഹോ ആശ്ചര്യം, മൃതൻ ആയാതനായതുപോലെ ബാലോ ദിഷ്ടിയായിതിഹ അബ്രുവൻ, ബാലൻ ഭാഗ്യം കൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നിങ്ങനെ അബ്രുവൻ പറഞ്ഞു. ഇവരെല്ലാവരും കൂടി നഷ്ടം പ്രദ്യുമ്നമായാതം ആകർണ്യദ്വാരകൗകസ അഹോ മൃത ഇവായാതോ ബാലോ ദിഷ്ടേതിഹ ബ്രുവൻ. നഷ്ടം പ്രദ്യുമ്നമായാതം ആകർണ്യദ്വാരകൗകസ അഹോ മൃത ഇവായാതോ ബാലോ ദിഷ്ടേതിഹ ബ്രുവൻ. നഷ്ടം പ്രദ്യുമ്നമായാതം ആകർണ്യദ്വാരകൗകസ അഹോ മൃത ഇവായാതോ ബാലോ ദിഷ്ടേതിഹ ബ്രുവൻ. യം വൈ മുഹു പിതൃ സ്വരൂപനിജേശഭാവാ തന്മാതരോ യദഭജൻ രഹൗഢഭാവാ ചിത്തം ന തത് ഖലു രമാസ്പദബിംബബിംബേ കാമേ സ്മരേക്ഷിവിഷേ കിമുതാ അന്യനാര്യ. യം വൈ യാതൊരുവനെയാണോ, മുഹുഹു വീണ്ടും, പിതൃസ്വരൂപ നിജേശഭാവാഹ, പിതൃസ്വരൂപാഹ പിതാവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമാനമായ രൂപം, പിതൃസ്വരൂപ നിജ ഈശഭാവാഹ, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈശഭാവം, ഈശിതാവാണ്, ശക്തനാണ്, രക്ഷിതാവാണ് എന്നുള്ള ഒരു ഭാവം, അതാണ് നിജേശഭാവം. താൻ തന്നെയാണ് സ്വാമി, താൻ തന്നെയാണ് ഉടമസ്ഥൻ എന്നുള്ള ഭാവത്തോടു കൂടിയ എം വൈ മുഹു പിതൃ സ്വരൂപ നിജേശഭാവാഹ തത് മാതരോ, തന്മാതര അവന്റെ അമ്മമാർ, തത് മാതരഹ തസ്യ മാതരഹ അവന്റെ അമ്മമാർ, യത് അഭജൻ അവന്റെ മാതാക്കൾ, യാതൊരാളെ ഭജിച്ചുവോ, തന്മാതരോ യത് അഭജൻ രഹ ഊഢഭാവാഹ, രഹ ഏകാന്തതയിൽ, ഊഢഭാവാഹ വർദ്ധിച്ച ഭാവത്തോടെ, ഊഢം വർദ്ധിച്ച, ഊഢഭാവാഹ വർദ്ധിച്ച ഭാവത്തോടെ ഏകാന്തതയിലിരുന്ന് തസ്യ മാതരഹ യത് അഭജൻ അവന്റെ മാതാക്കൾ യാതൊന്നിനെയാണോ ഭജിച്ചത്. ചിത്രം വിചിത്രമായിരിക്കുന്നു. നതത് ഖലു രമാസ്പദബിംബബിംബേ, രമാസ്പദബിംബബിംബേ ലക്ഷ്മി ദേവിയുടെ ആസ്പദമായ ബിംബത്തിന്, ആദ്യത്തെ ബിംബത്തിന് ശരീരം എന്നർത്ഥം. ലക്ഷ്മി ദേവിയുടെ ആസ്പദമായിരിക്കുന്ന ബിംബത്തിന് രണ്ടാമത്തെ ബിംബം പ്രതിബിംബം എന്ന് പറയാം. ബിംബബിംബേ എന്ന് ആവർത്തിക്കുമ്പം രണ്ടാമത്തെ പ്രതിബിംബം എന്ന അർത്ഥത്തിലേക്കാണ്. രമയ്ക്ക് ആസ്പദമായിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ അതേ പ്രതിബിംബം തന്നെയാണ് ലക്ഷ്മി ദേവിക്ക് ആശ്രയമായിരിക്കുന്ന ഭഗവാന്റെ ശരീരത്തിൻ്റെ പ്രതിബിംബമായി മാത്രം കാണപ്പെടുന്ന കാമേ, കാമനിൽ, സ്മരേ അക്ഷിവിഷയെ, സ്മരണമാത്രത്താൽ, സ്മരേന്ന് വെച്ചാൽ സ്മരണമാത്രത്താൽ,
അക്ഷിവിഷയെ കണ്ണിന് വിഷയമായിരിക്കുമ്പോൾ, കാണാൻ പറ്റുമ്പോൾ, ചിത്രം ഖലു, അത് വിചിത്രമല്ല, അത് അത്ഭുതമല്ല, നിശ്ചയമായിട്ടും. രമാസ്പദ ബിംബബിംബേ കാമേ സ്മരേ അക്ഷിവിഷയെ ചിത്രം ഖലു. രമയ്ക്ക് ആസ്പദമായിരിക്കുന്ന ഈ ശരീരത്തിന് പ്രതിബിംബമായിരിക്കുന്നതിൽ, രമയ്ക്ക് ആസ്പദമായിരിക്കുന്ന ശരീരം മഹാവിഷ്ണുവിന്റെ ശ്രീകൃഷ്ണ ശരീരമാണ്. അതിൻ്റെ പ്രതിബിംബമാണ് പ്രദ്യുമ്നന്റെ ശരീരം. രമാസ്പദ ബിംബ ബിംബേ കാമേ, കാമദേവൻ തന്നെയാണ്, കാമദേവന്റെ പുണ്ട അവതാരം തന്നെയാണ്. സ്മരെ അക്ഷിവിഷയെ, ആ കാമൻ ഇപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയല്ലോ, നേരിട്ട് കണ്ണിന് വിഷയമായി തീർന്നിരിക്കുമ്പോൾ അതൊരത്ഭുതമാവില്ല എന്നർത്ഥം. കാരണം കിമുത അന്യനാര്യ, പിന്നെ ആകട്ടെ മറ്റുള്ള നാരിമാരുടെ കാര്യം അത് പറയാനുമില്ല. അവിടെ കൂടിയിരുന്ന സമസ്ത നാരികൾക്കും സ്ത്രീജനങ്ങൾക്കും യാതൊരാളെയാണോ പിതൃരൂപ നിജേശഭാവാഹ, പിതാവിൻ്റെ സ്വരൂപത്തോടുകൂടി, പിതാവിൻ്റെ ഈശഭാവത്തോടുകൂടി യാതൊരാളാണോ വീണ്ടും വീണ്ടും അറിയപ്പെടുന്നത്, അവൻ്റെ മാതാക്കൾ വർദ്ധിച്ച ഭാവത്തോടെ ഏകാന്തതയിൽ യാതൊന്നാണോ ഭജിക്കുന്നത്, ഭഗവാന്റെ തനിസ്വരൂപത്തെ ഇപ്പൊ കാണാൻ പറ്റി. എത്രയോ കാലങ്ങളായിട്ട് ഈ അമ്മമാർ ഇങ്ങനെയുള്ളൊരു ഭഗവത് സ്വരൂപത്തെ കാണാൻ വേണ്ടി മാത്രം ഏകാന്തതയിൽ തപസ്സു ചെയ്ത് അങ്ങനെ ആശ്രയിച്ച് ഭജിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഭഗവാന്റെ സ്വരൂപത്തെ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നു എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവുമില്ല, ഒരു വൈചിത്ര്യവുമില്ല. ഇങ്ങനെയുള്ള ഒരാൾക്ക് കാണാൻ കിട്ടുക തന്നെ ചെയ്യും. പിന്നാട്ടെ മറ്റുള്ള നാരിമാരുടെ കാര്യം, ഭക്തജനങ്ങളായ സ്ത്രീജനങ്ങൾക്ക് ഭഗവാന്റെ സ്വരൂപത്തെ നേരിട്ട് ദർശിക്കാൻ കഴിയും. അതൊരാശ്ചര്യം അല്ല. ഇപ്പൊ ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. ദ്വാരകാവാസികൾക്കെല്ലാം ഭഗവാന്റെ സ്വരൂപത്തെ ബിംബ പ്രതിബിംബ ഭാവത്തിൽ പുത്രനിലേക്ക് തന്നെ കണ്ടു. ബിംബത്തിലുള്ളതൊക്കെ ഈ പ്രതിബിംബത്തിലുണ്ട്. അങ്ങനെ രമാസ്പദ ബിംബത്തിൽ കാമേ, അവിടെയാണ് മന്മഥൻ കാമദേവൻ അക്ഷിവിഷയെ സതി, കാമദേവൻ കണ്ണിന് വിഷയമായിരിക്കുമ്പോൾ കാമദേവനെ ഇതിൽ കൂടി നമുക്ക് കാണാൻ പറ്റും എന്നിരിക്കുമ്പോൾ അതൊരു വിചിത്രത അല്ല. പിന്നാട്ടെ മറ്റുള്ള നാരിമാർക്ക് ഭഗവാനെ കണ്ടാൽ കിട്ടുന്ന അവസ്ഥ. എംവൈ മുഹു പിതൃസ്വരൂപനിജേശഭാവ തന്മാതരോ യദഭജൻ രഹൗഢഭാവാം ചിത്തം ന തത് ഖലു രമാസ്പദബിംബബിംബേ കാമേ സ്മരക്ഷിവിഷേ കിമുതന്യനാര്യാം. എം വൈ മുഹു പിതൃസ്വരൂപനിജേശഭാവാം തന്മാതരോ യദഭജൻ രഹൗഢഭാവാം ചിത്തം ന തത് ഖലു രമാസ്പദബിംബബിംബേ കാമേ സ്മരക്ഷിവിഷേ കിമുതന്യനാര്യ. എം വൈ മുഹു പിതൃസ്വരൂപനിജേശഭാവാം തന്മാതരോ യദഭജൻ രഹൗഢഭാവാം ചിത്തം ന തത് ഖലു രമാസ്പദബിംബബിംബേ കാമേ സ്മരക്ഷിവിഷേ കിമുതന്യനര്യാഹ. അവരുടെ എല്ലാം കണ്ണിന് സാഫല്യമുണ്ടാക്കുന്ന ദർശനമാണ് ശ്രീകൃഷ്ണ ദർശനം എന്ന് പാടി പുകഴ്ത്തിക്കൊണ്ടാണ് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞിരുന്നു എന്തിനാണ് ഇങ്ങനൊരു അധ്യായത്തിൽ ഈ കഥ
ശംബരാസുരൻ്റെ കഥയും ശ്രീകൃഷ്ണൻ്റെ കഥയും രുക്മിണിയുടെ കഥയും ഒക്കെ അവതരിപ്പിച്ചത് സ്വാഭാവികമായും ഏത് മനുഷ്യർക്കും തോന്നാവുന്ന ചില ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ശ്രീകൃഷ്ണന്റെ ആദ്യത്തെ സ്വന്തം പുത്രനെ ഒരസുരൻ അപഹരിച്ചു കൊണ്ടുപോയിട്ട് ശ്രീകൃഷ്ണൻ നിശ്ചലനായി നോക്കി. ഇത് ശരിയാണോ? രുക്മിണിക്ക് ഏറ്റവും ആനന്ദം കൊടുക്കുന്നതാണ് ആദ്യത്തെ പുത്രൻ. കൃഷ്ണൻ അത് തന്നെയാണ്. ആ കൃഷ്ണനെ ആരും അറിയാതെ ഗർഭശാലയിൽ വന്ന് അപഹരിച്ചു കൊണ്ടുപോയി ഒരാൾ. പിന്നെ കുറേ കാലത്തേക്ക് കാണാനുമില്ല. ഈ കൃഷ്ണൻ തന്നെയാണ് ദേവകിക്ക് നഷ്ടപ്പെട്ട പുത്രന്മാരെ വീണ്ടുകൊടുത്തു. ഗുരുപത്നിക്ക് നഷ്ടപ്പെട്ടു പോയ എന്നോ മരിച്ചുപോയ പുത്രനെ യമധർമ്മനിൽ നിന്നും വീണ്ടെടുത്തു കൊണ്ടുകൊടുത്തു. ആ കൃഷ്ണൻ എന്തേ സ്വന്തം മകനെ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ നിശബ്ദനായി തൂഷ്ണിയായി ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്താണെന്നൊരു ചോദ്യം ന്യായമായിട്ട് നമുക്ക് ചോദിക്കാം. അതിന് ഒരു ഉത്തരവും നമുക്ക് ഭാഗവതത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും. കാരണം പ്രകൃതി നിയമങ്ങളെ അതിക്രമിക്കാൻ ഒരുവനും കഴിയില്ല, ഈശ്വരനാണെങ്കിൽ പോലും. ഇത് പ്രകൃതി നിയമമായ സാക്ഷാൽ ഭഗവാൻ മനുഷ്യനായി അവതരിച്ചാൽ പോലും മനുഷ്യത്വപരമായ അനേകം ദുഃഖങ്ങളെയും ഭാവങ്ങളെയും അനുഭവിച്ചു തന്നെ പോകണം. അതിനെ അതിക്രമിക്കാൻ നമുക്കാവില്ല. പ്രകൃതിയെ അതിക്രമിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനാവില്ല. ഈ പ്രകൃതിയിൽ വരുന്ന ഓരോ തരം അനുഭവങ്ങളെയും അനുഭവിച്ചു തന്നെ നമുക്ക് തീർക്കേ പറ്റുള്ളൂ. ഭൂകമ്പം ഉണ്ടായാൽ, അതിവൃഷ്ടി ഉണ്ടായാൽ, അനാവൃഷ്ടി ഉണ്ടായാൽ, പകർച്ചവ്യാധി വന്നാൽ, രോഗബാധകൾ ഉണ്ടായാൽ അതൊന്നും ഒരു ഈശ്വരന്റെ വൈഭവം കൊണ്ട് തടുത്തു മാറ്റാൻ പറ്റുന്നതല്ല. അത് മനുഷ്യജീവിതത്തിൻ്റെ അനുഭവമാണ്. അത് സ്വയം അനുഭവിച്ചു തീർക്കുക ഈശ്വരനാണെങ്കിൽ പോലും എന്ന് വേണം ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള തത്വം. ഈ ഉപദേശം നമുക്ക് തരികയാണ്. സ്വന്തം പുത്രൻ ഇത്രയൊക്കെ സാഹചര്യം ഉണ്ടായിട്ടും നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് പ്രകൃതിയുടെ ഒരു നിയമമാവാം. അതിനെ അനുസരിക്കല്ലാതെ കണ്ട് അതിനെതിരെ നീന്താൻ നമുക്കാവില്ല. ഈ പ്രകൃതിയിൽ ആവില്ല. അത് പ്രകൃതിയുടെ നിയമം തന്നെയാണ്. അതിനെ അതിലംഘിക്കാൻ ഈശ്വരന് പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണപുത്രനെ വീണ്ടെടുക്കാൻ കൃഷ്ണൻ ഇതുവരെയായിട്ടും പറ്റാതിരുന്നത്. പക്ഷേ ഈ കൃഷ്ണപുത്രൻ ഒരു മത്സ്യത്തിന്റെ വായിലകപ്പെടുകയും അവിടെ വെച്ച് അവയവങ്ങൾക്കൊന്നും ഭംഗം വരാതെ സജീവനായി ആ മത്സ്യത്തെ പിളർന്ന് ശംബരന്റെ കൊട്ടാരത്തിൽ എത്തിക്കാനും അവിടെ വെച്ച് ശംബര പത്നി സ്വന്തം ഭാര്യയായിത്തീർന്നു. നോക്കൂ, ഇതൊക്കെ അത്ഭുതകരമായ കഥകളാണ്. ഇത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥാപിതമായ വഴി ആയിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുന്നേ കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിൻ്റെ പേരാണ് വിധി എന്ന്. വന്നു കഴിഞ്ഞറിയാൻ പറ്റുന്ന പേരാണ് വിധി. ആ വിധികളെ സ്വാഗതം ചെയ്യുക, അല്ലാതെ അതിനെ അതിക്രമിക്കാൻ പറ്റില്ല, അതിജീവിക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ കൊറോണയും അതാ പഠിപ്പിച്ചത്. എന്നെ ആർക്കും അതിക്രമിക്കാൻ പറ്റില്ല, എന്നെ അതിജീവിച്ചുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ജീവിക്കാം. ഇത് പ്രകൃതിയുടെ അലംഘിതമായൊരു നിയമമാണ്. അത് നമുക്കനുസരിച്ചേ പറ്റുകയുള്ളൂ എന്ന് ശ്രീകൃഷ്ണൻ സ്വന്തം കഥയിൽ ഉദാഹരണമായി കാണിക്കാൻ പറ്റും. അവിടെ വേണം ഉദാഹരിക്കാൻ, മറ്റുള്ളവരുടെ അല്ല. മറ്റുള്ളവരുടെ കഥയിലൊക്കെ അത് ചെയ്തു കൊടുക്കാം. സ്വന്തം കഥയിൽ ഞാൻ ഈശ്വരനായിട്ട് പോലും നോക്കൂ, എൻ്റെ പുത്രനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല.
ഞാനിപ്പോൾ മനുഷ്യനാണ്, മനുഷ്യാവതാരം ആണ് ഞാനിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ മനുഷ്യാവതാരത്തിൽ മനുഷ്യൻ എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാകാമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ ഉണ്ടായാൽ അതൊക്കെ സ്വയം അനുഭവിച്ച് തീർക്കുക വേണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു പക്ഷെങ്കിൽ ഈ കഥ ഇങ്ങനെ ഉണ്ടാക്കിയത്. മറ്റൊരു വിഷയം കൂടിയുണ്ട്. രാസക്രീഡയിലും ഒക്കെ ശ്രീകൃഷ്ണൻ കാമനെ നശിപ്പിച്ചു. കാമത്തെ കരിച്ചുകളെയാണ് വാസ്തവ ശ്രീകൃഷ്ണൻ അവിടെ ചെയ്തത്. കാമവാസനകളെ നിശ്ശേഷം ഇല്ലാതാക്കാൻ സാധിച്ചു. അങ്ങനെ ഇല്ലാതാക്കിയാലും കാമം മുളച്ചു വരും എന്ന് കാണിക്കാൻ പോവാം. കാമത്തെ അമർത്തി വയ്ക്കാനോ നമുക്ക് കഴിയുകയുള്ളൂ, ഇല്ലാതാക്കാൻ കഴിയില്ല. പരമശിവൻ പോലും ചുട്ടുകരിച്ചു കഴിഞ്ഞ കാമനാണ് ഇപ്പൊ ഇതാ വീണ്ടും ജനിച്ചു വന്നിരിക്കുന്നത്. മനുഷ്യജീവിതത്തിന്റെ അന്തിമ നിമിഷം വരെയും കാമത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല, അടിച്ചമർത്തി നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. അതാണ് വേണ്ടത്. ഇനിയും ആ കാമം എന്താണ്? വീണ്ടും ജീവിച്ചുണ്ടായാൽ സർവനാശത്തിന് കാരണവുമാണ്. അതുകൊണ്ടാണ് ശമ്പരാസുരൻ നശിപ്പിച്ചു എന്ന് കാണിച്ചത്. അപ്പൊ സർവനാശത്തിനും കാരണമായിരിക്കുന്ന ഈ കാമമാണ് വാസ്തവത്തിൽ എല്ലാവിധ ദുഃഖങ്ങൾക്കും എല്ലാവിധ നാശങ്ങൾക്കും കാരണം. കാമം തന്നെയാണ്, നമുക്കറിയാം. ആ കാമനെ നശിപ്പിക്കാൻ പറ്റില്ല, മാറ്റി നിർത്താം, അമർച്ച ചെയ്യാം. തപസ്സുകൊണ്ട്, കൃഷ്ണഭക്തി കൊണ്ട് കാമത്തെ മാറ്റി നിർത്താം. ഋഷിമാരൊക്കെ അതാണ് ചെയ്തത്. ഇതേ പറ്റുകയുള്ളൂ എന്ന് നമ്മെ കാണിക്കാൻ വേണ്ടി തന്നെ ആവണം കാമന്റെ പുനരവതാരമായി പ്രദ്യുമ്ന ഭാവത്തെ അവതരിപ്പിച്ചതും അത് ദുഷ്ടന്മാരായ അസുരന്മാരെ നിഗ്രഹിക്കാൻ കാരണമായി തീർന്നു എന്നുള്ള കഥാംശത്തെ അവതരിപ്പിച്ചപ്പോൾ അതിൽ നിന്നും ഈ രണ്ട് തത്വങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നാണ് എനിക്ക് ഭാഗവതം പഠിച്ചപ്പോൾ തോന്നിയത്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു എന്തിനാണ് ഈ കഥ എന്നുള്ള എൻ്റെ ഒരു താത്വികമായ അംശം ഒടുവിൽ പറയാം എന്ന്. ഈ അധ്യായം ഇവിടെ നമുക്ക് ഉപസംഹരിച്ചു. ഈ തത്വവും ഞാൻ എനിക്കാവുന്ന പോലെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും ആലോചിച്ച് കണ്ടുപിടിച്ച് ജീവിതത്തിൽ വരാൻ പോകുന്ന വിധികളെ സന്തോഷത്തോടെ അനുകൂലിച്ച് പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ഈ കഥ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കുന്നു. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.